ഏറ്റവും കൂടുതൽ അലട്ടുന്നത് US-ഓ ഇസ്രായേലോ അല്ല, സ്വന്തം രാജ്യത്തിനുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഒരു വശത്ത് സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ അമേരിക്കയുമായിട്ട് ചർച്ചകൾ തുടരണമെന്ന് പറയുന്ന ഒരു സർക്കാർ, മറുവശത്ത് അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഹാർഡ് ലൈനർ വിഭാഗം. ഇറാനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. സ്വിറ്റ്സർലാൻഡിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ വളരെ നിർണായകമായ ഉന്നതതല ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ വെടിനിർത്തൽ സമ്പൂർണ്ണമായിട്ട് തകരുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ പ്രധാനമായും 3 തടസ്സങ്ങളാണുള്ളത്. ഒന്ന്, ന്യൂക്ലിയർ ഇൻസ്പെക്ഷൻസ്. UN ആണവ പരിശോധകർക്ക് ഇറാൻ വീണ്ടും അനുമതി നൽകുമെന്ന് JD വാൻസ് അവകാശപ്പെടുമ്പോൾ ഇറാന്റെ പരമാധികാരം പണയം വെച്ചുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കില്ല എന്നാണ് തെഹ്റാൻ മറുപടി നൽകുന്നത്. 2, ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ. കടൽമാർഗമുള്ള എണ്ണക്കടത്ത് തടസ്സമില്ലാതെ നടക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുമ്പോൾ തങ്ങൾക്കെതിരെയുള്ള ഉപരോധങ്ങൾ നീക്കാതെ ശാശ്വത സമാധാനം ഉണ്ടാകില്ല എന്ന് ഇറാൻ പറയുന്നു. 3, മരവിപ്പിച്ച സ്വത്തുക്കൾ. വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചിട്ടിരിക്കുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ സ്വത്തുക്കൾ വിട്ടുകിട്ടണമെന്ന ആവശ്യത്തിലും ഇറാൻ ഉറച്ചു നിൽക്കുന്നു. ഇറാനിലെ രാഷ്ട്രീയ ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയാണ്. ഹാർഡ് ലൈനർ നേതാക്കൾ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. അവരുടെ ആരോപണം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് ധാരണയിൽ എത്താൻ ശ്രമിക്കുന്നത് ഇറാന്റെ ദേശീയ താല്പര്യങ്ങളെയും വിപ്ലവ ആശയങ്ങളെയും ദുർബലമാക്കുമെന്നാണ്. അതേസമയം സർക്കാർ പറയുന്നത് മറ്റൊന്നാണ്. വർഷങ്ങളായിട്ടുള്ള ഉപരോധങ്ങളും അടുത്തിടെ നടന്ന യുദ്ധവും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കണമെങ്കിൽ അമേരിക്കയുമായിട്ട് സംഭാഷണം അനിവാര്യമാണ് എന്നാണ് അവരുടെ നിലപാട്. ഹാർഡ് ലൈനർ വിഭാഗം ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അമേരിക്കയെ വിശ്വസിക്കാൻ കഴിയില്ല, കൂടുതൽ വിട്ടുവീഴ്ചകൾ വേണ്ട, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് അവരുടെ വാദം. ഈ അഭിപ്രായ ഭിന്നത ഇപ്പോൾ ഇറാന്റെ വിദേശ നയത്തെയും ആണവ ചർച്ചകളെയും നേരിട്ട് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള ഭീഷണിക്ക് പുറമെ ഇറാന്റെ ഭരണകൂടം ഇപ്പോൾ സ്വന്തം രാജ്യത്തിനകത്ത് വലിയൊരു ഇക്കണോമിക് ക്രൈസിസ് ആണ് നേരിടുന്നത്. ഇപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ വെല്ലുവിളി പുറത്തു നിന്നുള്ള യുദ്ധമല്ല, അകത്തു നിന്നുള്ള രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. ഈ ഒരു ആഭ്യന്തര ഭിന്നത പരിഹരിക്കാനായാൽ അമേരിക്ക ഇറാൻ ബന്ധത്തിൽ പുതിയ അധ്യായം തുറക്കപ്പെടാം. പക്ഷേ അത് കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഇപ്പോഴും വളരെ ദുർബലമാണ് എന്നും യുദ്ധം ഏത് നിമിഷവും കൂടുതൽ കടുക്കാം എന്നുള്ള മുന്നറിയിപ്പുമാണിത്.